സൽമാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പം വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം തന്നെ ആദ്യം പറഞ്ഞങ്ങ് തുടങ്ങാം. ഗൈസ്, എനിക്ക് പനിയായിരുന്നു. അപ്പം ഞാൻ പനിയായതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും കാണിക്കാൻ പോകത്തില്ല. ഞാൻ ഭയങ്കര VIP ആയതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് പോയാൽ കാണിക്കാൻ വെക്കും. പനിയായതുകൊണ്ട്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ പോകാനുള്ള ദൂരവും ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഗൈസ്, അങ്ങനെ പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ വീട്ടിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരാഴ്ച ആവാറായി തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഒരാഴ്ചയായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറൊന്നുമില്ല ഗൈസ്, മഴ നനഞ്ഞ് പനി പിടിച്ചാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മഴ നനഞ്ഞ് പനി പിടിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. പനിയൊക്കെ മാറി ഒരുവിധം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൈ കണ്ട ടൂളിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ലെതറൈറ്റിൻ്റെ സോഡും പിക്കാക്സും ഒന്ന്. അതിനോടത്ത് നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഫോർച്യൂണറയുടെ പിക്കാക്സിലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം സൗണ്ടിന് ചെറിയ പ്രശ്നം കാണും പനിയായതുകൊണ്ട്. അപ്പം ഞാൻ പനിയായാലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളത് കണ്ടോ? അതെന്താണ്? ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് ഗൈസ്. അല്ല, നിങ്ങളത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഡിസൈൻ അങ്ങനെ ഉണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്? എൻ്റെ അത് നിങ്ങൾ നോക്കണം ഗൈസ്. ഒരു ബ്ലോഗ് മാറി വെച്ചത് മിസ് ക്ലിക്ക്. ഓക്കെ. അപ്പം ഞാൻ നെതറിൽ പോയി ഈ സാധനം കണ്ടുപിടിച്ച്. ഇത് വളരുന്ന ആ സ്ഥലമല്ലേ, അവിടുത്തെ ട്രീയുടെ സാപ്ലിങ്ങും കൊണ്ടുവന്നു. ഈ സാധനം നട്ടാൽ ചിലപ്പോഴേ കിളിക്കത്തുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കിളിക്കുമായിരിക്കും. വാർപ്പിഡ് ഫംഗസ് അതാണ്ട് നടാൻ ഒക്കുമല്ലോ. നട്ട് ബോൺവീൽ ചെയ്താൽ കിളിക്കുമായിരിക്കും. പിന്നെ നെതർ കുറച്ച് ഇതൊക്കെ ആക്കി. പിന്നെ ഗൈസ്, നിങ്ങളെ കാണിക്കാനുള്ള സാധനമാണ് പ്രധാനപ്പെട്ടൊരു സാധനം. നല്ല പനിയുണ്ട് ഗൈസ്. കേട്ടോ, 18 ഡയമണ്ട്, 12 നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പം അത് കണ്ടല്ല, ഇടയ്ക്ക് മനുഷ്യന് ഒന്നാമത്തെ പനിയാണ്. അപ്പം ഗൈസ്, അതെങ്ങനെ ഒപ്പിച്ചെന്ന് പറയാം. ഞാൻ പനിയായിട്ട് കിടന്ന ടൈമിലാണെങ്കിൽ കുറേ നേരം പനിയായിട്ട് കിടന്നു. പിന്നെ വിചാരിച്ച് ഒന്ന് മൈൻക്രാഫ്റ്റ് ഓഫ് ക്യാമറ ഇരുന്ന് കളിച്ച് വല്ലതും ഉണ്ടാക്കി വെക്കാറ്. അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി ഇങ്ങനെ കളിച്ച് പിന്നെ ഞാനാണെങ്കിൽ 2 സ്റ്റാക്ക് ഡയമണ്ട് അങ്ങ് ഒപ്പിച്ച്. ഞെട്ടിയോ നിങ്ങൾ? യെസ്, 2 സ്റ്റാക്ക് ഡയമണ്ട് ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത ബ്ലോക്കല്ല, 2 സ്റ്റാക്ക് ഓർ ബ്ലോക്ക് ഒപ്പിച്ച്. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഫോർച്യൂണർ ചെയ്തപ്പോഴത്തേക്ക് 4 സ്റ്റാക്കും പിന്നെ ഒരു അര സ്റ്റാക്ക് ഡയമണ്ടും ആണ് തോന്നുന്നു കിട്ടി. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെ നമ്മളാണെങ്കിൽ നെതറിൽ പോയി ഒരു സ്റ്റാക്കും 7 ഡിബിനിയും കൂടെ എക്സ്ട്രാ മൈൻ ചെയ്ത്. അങ്ങനെ നമുക്ക് ഇത്രയും ഡിബിനിയും കിട്ടി. അങ്ങനെ 16 ഡിബിനി ഞാൻ സ്മെൽറ്റ് ചെയ്തെടുത്ത്. പിന്നെ കൊണ്ടുവന്നത് വേറെ. അങ്ങനെ പിന്നെ പിന്നെ വേറെ എന്തോ കാണിക്കണ്ടായിരുന്നു. ഗൈസ്, അപ്പം നെതറിൽ പോയി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് TNT ബാക്കി ഊളിരിപ്പുണ്ട്. പിന്നെ കുറേ വുഡൊക്കെ വലിച്ചത്. ഇപ്പം എൻ്റെ ഈ വുഡ് കളക്ഷൻ തീർന്നു ഗൈസ്. ഇപ്പം ഇത്രയും വുഡേ ഉള്ളൂ ആകെപ്പാടെ. കയ്യുന്ന വുഡ് മൊത്തം തീർന്നു. പിന്നെ വേറെ ഞാൻ ഇവിടെ ഇരുന്ന പശുമ്പായ ഇച്ചിരിയെ ബ്രീഡ് ചെയ്തു. തോനെ ബ്രീഡ് ചെയ്തില്ല. ഇത്രയും ബ്രീഡ് ചെയ്തിട്ട് ഇവന്മാരുടെ ഇന്ന് ഷെയർ ചെയ്ത കുറേ ഇതൊപ്പിച്ചത്. പിന്നെ വഴിയിൽ കൂടെ പോകുന്ന പശുവിനെയൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷെ അവന്മാരെ വീട്ടിൽ കയറ്റത്തില്ല. വേണ്ട, അവന്മാരെയും കൂടെ ഇട്ട് വളർത്താൻ എനിക്ക് വയ്യ. അപ്പം പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മളിതാ ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത്, ബെഡ് സെറ്റ് ചെയ്ത്. ആദ്യം ബെഡാ അതിൽ കയറി കിടക്കാം. എനിക്ക് കിടക്കണ്ട. കണ്ട ടെക്നോളജി ഉണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ടെക്നോളജിയുടെ ഒരു വളർച്ച. നമ്മൾ മണ്ടേ കയറണമെങ്കിൽ ഇങ്ങനെ കയറിയാൽ മതി. ഇപ്പം അടിയിൽ പോകണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സൂപ്പർ, അടിയിൽ പോകാനും ഒക്കെ ഓക്കെ ഗൈസ്. ഓക്കെ, ഇനി ഞാൻ അടി എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളെന്താ ഇവിടെ നിന്നിട്ട് ബാക്ക് ഓക്കെ, ഇവിടെ നിന്നിട്ട് നടന്നില്ല.
തണ്ടർ സ്റ്റോം അതിനിപ്പോൾ രാവിലെ ആയ ഗൈസ്. ഇതാണ് എൻ്റെ ബെഡ്. ഇതാ എൻ്റെ ബെഡ്. ഇതാ അതിൻ്റെ ബെഡ്. ഒരാളുടെ കൂടെ ബെഡ് വരാണ്. നമ്മുടെ റിയാൻ എന്ന് പറഞ്ഞാൽ റിയാൻ 1 പ്രോയുടെ ബ്രെഡും കൂടെ. പക്ഷെ റിയാൻ പ്രോ പള്ളിയിൽ ഹിഫ്ള് പഠിക്കാൻ പോയതുകൊണ്ട് ആള് കളിക്കാൻ കയറത്തില്ല ഗൈസ്. അപ്പം അവനില്ല. പിന്നെ ഞാൻ ഇവിടെ എൻജാൻ്റൊക്കെ ചെയ്ത് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് കുറച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്ത്. ഇത് പുതിയ അപ്ഡേറ്റ് വന്ന ബുക്കാണ് ഗൈസ്. ബുക്കല്ല, ബുക്ക് ഷെൽഫാണ്. ഇതിനകത്ത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ, റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ബുക്ക് കിട്ടും. നമുക്ക് തിരിച്ച് ഇവിടെ വെച്ചാൽ ഈ കളറ്, ഇവിടെ വെച്ചാൽ ഈ കളറ്, ഇവിടെ വെച്ചാൽ ഈ കളറ്, ഇവിടെ വെച്ചാൽ ഈ കളറ് മാത്രമേ വരൂ. ഇവിടെ വെച്ചാൽ ഈ കളറ്, ഇവിടെ വെച്ചാൽ ഈ കളറ്. ഞാൻ എന്താ ഇവിടെ കെട്ടിവെക്കാം. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. എൻജാൻ്റ് ഫുള്ള് കിട്ടും ഗൈസ്. ഞാൻ വാൽമർക്കത്തും ഇല്ലാതെയല്ല വെച്ചാൽ, ഞാൻ കറക്റ്റിന് നോക്കിയാ വെച്ചാൽ. നല്ല പനിയുണ്ട് ഗൈസ്. എൻട്രോ ചെസ്റ്റ് ഒന്നുമില്ല ഗൈസ്. നമ്മൾ എല്ലാവർക്കും കാണാൻ രീതിക്കാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഇതൊക്കെ നട്ട്, പിന്നെ താഴെ ഇരുന്ന പോഷൻ വെട്ടിക്കാതിരുന്ന സകലമാന പോഷൻ്റെ ഇതും എടുത്തുകൊണ്ടാണ് ഇവിടെ വെച്ച്. ഇതിനകത്ത് ബോട്ടിൽസ്, ഇതിനകത്ത് ഉണ്ടാക്കിയ പോഷൻ, ഈ ബാരലിനകത്ത് പോഷൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസ്. ഞാൻ പിന്നെ നെതറിൽ പോയി അവിടെ തന്നെ ഡെക്കറേറ്റ് ചെയ്തില്ലേ, ആ ടൈമിൽ ആ സാധനം ഒപ്പിക്കാൻ പോയപ്പോഴത്തേക്ക് കുറച്ച് ക്രീമൊക്കെ കിട്ടി. നമ്മൾ ഫുള്ള് സെറ്റ് ആർമറായിട്ട് കുഴപ്പമില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇങ്ങോട്ടൊന്ന് കയറാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇവിടെ ഒരു നെതർ പോർട്ടൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നേരിട്ട് നമ്മുടെ നെതർ പോർട്ടലിലോട്ട് കണക്ട് ചെയ്യണം. ഈ ഡിസൈൻ എങ്ങനെ ഉണ്ട് ഗൈസ്? ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, പകലമാവരുത് സ്വന്തം ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കിയ. പിന്നെ ഗൈസ് അതിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ അതിലില്ല ഗൈസ്. ഞാൻ ഒറ്റയ്ക്കാണ് ഡെക്കറേറ്റൊക്കെ അഹത്ത പണിയൊക്കെ ചെയ്യുക. അപ്പം ഓക്കെ. അപ്പം നമുക്ക് പിന്നെ ഇവിടെ കുറച്ച് ഇത്ര ഐറ്റം, ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ ചെയ്ത പരിപാടി. ഇപ്പം നിങ്ങളെ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് എനിക്ക് പണിയായിട്ട് വലിയ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു കൊണ്ട് ഫുൾ ആർമറിനകത്തോട്ട് ഈ സാമാനം ആടിയാണ്. ഇതിൻ്റെ പേരും തന്നെ നെതറേറ്റിംഗറ്റ്. നല്ല പനിയുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ ഇൻവെൻട്രി പോയിട്ട് ഹെൽമറ്റ്, ചെസ്റ്റ് ഗൈസ് വരുന്നില്ല ഗൈസ്. പനിയായതുകൊണ്ട് ഒന്നിനും ക്ലിക്ക് പോലും ചെയ്യാവുന്നില്ല. എന്തായാലും ഇതിന് ഇത് വേണ്ടല്ലോ, മറ്റേ എന്തായാലും എൻ്റെ വീട് എൻജാൻഡ് XP ഉണ്ടല്ലോ ഹെഡ് ഷോട്ട് ഗൈസ്. ഇതാണിയുമ്പം ഇതിൻ്റെ എബിലിറ്റി കൂടുമല്ലോ. പവർ കൂടും. കെനോക്ക് ബാക്ക് റെസിസ്റ്റൻസ് 1 കൂടി ഗൈസ്. കെനോക്ക് ബാക്ക് റെസിസ്റ്റൻറ്റ് 1 കൂടി. എന്നുവെച്ചാൽ നമ്മളാരെങ്കിലും അടിച്ചാൽ കെനോക്ക് ബാക്ക് ആവും എന്നാണ് പറയുന്നത്. കെനോക്ക് ബാക്ക് കൂടും ഗൈസ്. നെതറേറ്റ് ആർമർ അങ്ങനെ എന്തോ പ്രത്യേകത ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറെ വീഡിയോ ഒന്നുമില്ല. ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ, അല്ലാതെ വേറെ വീഡിയോ ഒന്നുമില്ല ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.